ബ്രോ ഹാപ്പിയാണോ അപ്പോ നിലവില് അച്ഛൻ ജയിച്ചിരിക്കുന്നു? ഹാപ്പി അല്ല എന്ന് പറഞ്ഞ അതല്ല ഹാപ്പി ആവണമല്ലോ. അതല്ല, നമ്മൾ വിചാരിച്ചതിലും ഹാപ്പിനെസ് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള ഹാപ്പിയാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നു, ഇങ്ങനെ ആവും എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ ആയി, അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക. അതാവാതെ എനിക്ക് ഇങ്ങനെ ഒന്നും പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല സന്തോഷം. എൻ്റെ അച്ഛനെ കൊണ്ട് നമ്മളെ കേരളത്തിനോ അല്ലെങ്കിൽ മനുഷ്യ ജനതയ്ക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ഗുണമാവും എന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ട്രെയിൻ ചെയ്ത ഗുണം നിങ്ങൾ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ അതിനു വേണ്ടി ട്രെയിൻ ആവാനായിട്ട് മനസ്സ് തയ്യാറെടുത്താണ് അച്ഛൻ ഇപ്പോൾ ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അച്ഛനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഒരു കൈൻഡ് ഓഫ് ബയാസ് ഓർ കറപ്ഷൻ ഉള്ളൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കില്ല സുരേഷ് ഗോപി എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. അത് തന്നെ തുടരും. ബെസ്റ്റ് വിഷസ് ടു അച്ഛൻ. ഇന്നത്തെ ഒരു പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് സഖാവ് ഇക്കനാരാർ സാറിന്റെ വീട്ടിൽ പോയി ഭാര്യനെ കണ്ട ഒരു സന്ദർഭമായിരുന്നു. അതിൽ മൊത്തത്തിലായാലും കൃഷ്ണപിള്ളയിൽ പറഞ്ഞത് സുരേഷ് ചേട്ടന് ഒരു രാഷ്ട്രീയം മീൻസ് മതമില്ല, ഒരു മതത്തോടോ ഒരു രാഷ്ട്രീയത്തോടോ ഒരു വ്യക്തിയോടോ അല്ല, മനുഷ്യത്വത്തിനോടാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് ധരിക്കുന്നത്. ഇപ്പോഴാണോ അതെല്ലാവർക്കും മനസ്സിലാവുന്നത്? അല്ല എങ്കിൽ പോലും ഇപ്പൊ ചർച്ചയാവുകയാണ്. ഇപ്പൊ മാധ്യമങ്ങൾ പോലും തന്നെ, ആദ്യം ട്രോളിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ പോലും തന്നെ ഇപ്പോൾ ആഘോഷമാക്കുകയാണ്. ഒരു അജണ്ട ബേസ്ഡ് മോക്കറിയാണ്. ആള് മുകളിൽ വന്നപ്പോ ആളുടെ നല്ലതുകൾ പറയുന്നു, ആള് മുകളിൽ വരാത്തപ്പം ഇനി പുള്ളി വരില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറെ മോശം പറയുന്നു. ആളെന്താണോ അല്ലാത്തത് അതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് അച്ഛനോട് ഈ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ സർവൈവലിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ അതങ്ങനെയായിട്ട് അതിനെ കാണുന്നുള്ളൂ. നിറയെ വിഷമം ഉണ്ടാവും അതില്, പക്ഷെ ഇങ്ങനത്തെ സന്തോഷങ്ങൾ അതിനെ ബാലൻസ് ചെയ്യും. അച്ഛൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട്, എന്റെ മക്കൾ ഞാൻ അനുഭവിച്ചുകൂടാ എന്നുള്ള രീതിയിൽ അച്ഛനൊരു ഇന്റർവ്യൂ പറയുകയുണ്ടായി. അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അവർക്ക്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അച്ഛനോടുള്ള ഒരു സ്നേഹം എന്തുകൊണ്ടായിരിക്കും മക്കളും അച്ഛൻ അനുഭവിച്ച ആ വേദനകളോട് കടന്നു പോകണ്ടെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? അത് അച്ഛനോട് തന്നെയാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. മേ ബി അച്ഛൻ അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് വലിയ അറിവില്ല. നല്ല കാര്യങ്ങൾ ചെയ്തു തൊട്ടും അധികം ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. അപ്പൊ അങ്ങനത്തെ നല്ലത് ഇന്റന്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ടോർമെന്റ് ചെയ്യാമെന്ന് ഉള്ളത് ആള് സ്വയമേ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും അച്ഛന്റെ ഈ വിശാല മനസ്കതയോ ഒരു സഹായ മനസ്കതയോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചെയ്തിട്ടും അതിന് എത്ര നെഗറ്റീവ് കിട്ടിയാലും അതിൽ ഫ്ലെഞ്ച് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നും ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക. ഈ അച്ഛന്റെ കാര്യം പറയുമ്പോൾ തന്നെ 4 മക്കളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ എല്ലാ കരുത്തും അച്ഛന്റെ കരുത്തും അമ്മ രാധികനെ പറ്റിയിട്ട് യാതൊരു സംസാരിക്കുന്നില്ല. അമ്മയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ സുരേഷ് ചേട്ടന്റെ ഏത് കാര്യത്തിലും ഉണ്ടായിരുന്നു. വോട്ടിംഗ് എല്ലാത്തിലും ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡി ആണെങ്കിൽ അതിന് പിന്നിൽ ഒരു പുരുഷനും, ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പാർട്ട്ണറായ ലേഡിയും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനത്തെ ഒരു വളരെ എന്താ പറയാ ഒരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യരുത് ചെയ്തുകൂടാ എന്നുള്ളത് അങ്ങനത്തെ ഒരു പാർട്ട്ണർ അല്ല എൻ്റെ അച്ഛൻ്റെത്. അച്ഛന് വളരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പേസ് അച്ഛന് കൊടുത്തിട്ടുള്ളതും എന്നാൽ അച്ഛൻ ഹേർട്ട് ആവുന്നു എന്ന് തോന്നുമ്പോൾ അച്ഛന് വളരെ സൈലന്റ് ആയിട്ട് അതിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടേത്. അച്ഛൻ്റെ മാത്രമല്ല, ഞങ്ങൾ മക്കളെ അങ്ങനെ തന്നെയാണ് അമ്മ ട്രീറ്റ് ചെയ്യുന്നത്. ഈ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊക്കെ ഉള്ളതൊന്നും ഒരു പരിധി കൂടുതൽ പറഞ്ഞു തന്നിട്ടില്ല. എല്ലാ ഏറെക്കുറെ ഞങ്ങൾ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങളുടെ ഓരോ പ്രായത്തിൽ ചിലപ്പോൾ ഞങ്ങൾ കുറെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവാം. അത് പിന്നീട് തിരിച്ചറിഞ്ഞ് തനിയെ സെൽഫ് റീവാലുവേഷൻ നടത്തി ബെറ്റർ ഇൻഡിവിജ്വൽ ആവാനായിട്ടാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇന്നത് ശരിയില്ല, ഇന്നത് തെറ്റ് ചെയ്തതിന് ഉപദ്രവം അങ്ങനെ ഒരു സമ്പ്രദായത്തിലല്ല നമ്മൾ വളർന്നത്. അപ്പോൾ അതിൻ്റെതായ എല്ലാ മികവും എൻ്റെ അമ്മയ്ക്ക് ഉള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇത്രയും സക്സസ്ഫുൾ ആവാൻ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനോട് പറയോ? ഞാൻ ബേസിക്കലി എൻ്റെ ഡിഗ്രി ടൂറിസത്തിലാ. പക്ഷെ എന്ന് കരുതി എന്നെ ആരും കേന്ദ്രമന്ത്രി ഒന്നും ആക്കുന്നില്ലല്ലോ. അപ്പോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിൽ ഒരു മിനിമം യോഗ്യത എനിക്കും വേണം. അതെനിക്കില്ല. ഞാനപ്പോ എൻ്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക. ഐഡിയാസ് പറയുമല്ലോ അച്ഛൻ എങ്ങനെയൊക്കെ അച്ഛൻ ചെയർ എടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. ചെയർ എടുക്കുന്നതിന് മുമ്പ് ഇതാണ് അച്ഛൻ വരാൻ പോകുന്ന ചെയർ എന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങള് അച്ഛന്റെ പ്രായവും എക്സ്പീരിയൻസും പക്വതയും അച്ഛൻ പോയിട്ടുള്ള പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിന്റെ 7 അയലത്ത് എവിടെയും വന്നിട്ടില്ല. അപ്പോൾ
എന്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എന്റെ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്താൽ അതിൽ എനിക്കൊരു നല്ല അഭിപ്രായം തോന്നിയാൽ ഞാൻ അത് പറയുന്നല്ലാതെ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാലേ എനിക്ക് അറിയാമെങ്കിൽ തന്നെ ഞാൻ പറയുള്ളൂ. അല്ലാതെ രാജ്യത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ. അപ്പൊ അതിൽ സെല്ലിയായിട്ട് ഞാനൊരു സിറ്റിസൺ വന്ന് അതിലൊരു അഭിപ്രായം ഞാൻ പുള്ളിയുടെ മകനായതുകൊണ്ട് മേക്ക് ചെയ്യുന്നതും ശരിയല്ല. അതിന് കുറെ നടക്കീഴാഴികളും നടക്കുന്ന കുറെ വഴികളും ഒക്കെ കാണും. അപ്പൊ ഞാൻ അറിഞ്ഞുകൂടാതെ ആളുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ അച്ഛനിപ്പോ ഒരു വലിയ സീറ്റ് കിട്ടിയെന്ന് കരുതി അതിൽ കയറി ഒരു ഓവർ ഇൻവോൾവ്മെന്റ് നടത്തുന്ന മക്കളും അല്ല ഞങ്ങളാരും വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവരും സിനിമയ്ക്കും താങ്ക് യു. എല്ലാവരും ഗഗനചാരി 21-ാം തീയതി തിയേറ്ററിൽ പോയി കാണാൻ എന്റെ അപേക്ഷയാണ്. ഞങ്ങൾ ഏറ്റവും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി, ഒരു ഏലിയൻ എൻട്രി ഉള്ള ഒരു സിനിമയാണ്. അനദർ അപ്രോച്ച് ടു ഇന്ററാക്ഷൻ വിത്ത് ഏലിയൻസ് ഫോർ ഹ്യൂമൻസ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഒരു എളിയ ഫസ്റ്റ് അറ്റംപ്റ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിന് പൊതുവെ കേരളത്തിൽ കൊടുക്കുന്ന റെസ്പോൺസ് ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബെറ്റർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇപ്പൊ 10 years മുന്നേ എന്റെ അച്ഛനെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ നല്ലത് കിട്ടിയേനെ എന്നുള്ളത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അതെനിക്ക് വെറുതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ തീസിസ് ആയിട്ട് എനിക്ക് പറയാനേ പറ്റും. ഇപ്പൊ ഇനി അച്ഛൻ എന്ത് ചെയ്യുന്നുള്ളത് വെച്ച് 10 years down the line നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബെറ്റർ സയൻസ് ഫിക്ഷൻ വിത്ത് ബിഗർ സ്റ്റാർസ് ഞങ്ങൾ ഫ്രാഞ്ചൈസീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഇതിന്റെ സക്സസ് തന്നെ ആവണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രൊഡ്യൂസറിനും ആദ്യമായിട്ട് പ്രൊഡക്ഷനിലും ആദ്യമായിട്ട് അവർ ഇറങ്ങുന്നത് ഈ സിനിമ കൊണ്ടാണ്. അവര് ഇത്രത്തോളം ഈ സിനിമയെ വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇത്രത്തോളം എത്തിക്കാനായിട്ട് തന്നെ പറ്റിയത്. അപ്പൊ അവർക്കായാലും ഞങ്ങൾ ചെയ്ത ഒരു അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാനുള്ള ഒരു ഉത്തരവാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്ക് കൂടുതൽ കോൺഫിഡൻസും കൊടുക്കും. വേറൊരു പുതിയ മേക്കർ ഒരു സയൻസ് ഫിക്ഷൻ ആയിട്ട് വരുമ്പോൾ എത്രത്തോളം നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഉത്തരവും അവരുടെ കയ്യിലൊരു പ്രോഡക്റ്റ് ആയിട്ട് ഈ സിനിമ ഉണ്ടാവും. അതായിരിക്കും അവരുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇനിയും അവർ സയൻസ് ഫിക്ഷൻ ചെയ്താൽ ഇതിനേക്കാളും മികച്ചതായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ തന്നെ ഈ സിനിമ സക്സസ്ഫുൾ ആവണം. അപ്പൊ അതിന് എല്ലാ പ്രേക്ഷകരുടെയും ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിനെക്കുറിച്ച് നല്ലത് സംസാരിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ക്രിറ്റിസിസം സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണ്. സിനിമയെ അതിൻ്റെതായ സെൻസിലും കാണുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 21st June. എല്ലാവരും ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.